നമ്മൾ ദിവസവും ആയിരക്കണക്കിന് വാക്കുകൾ സംസാരിക്കുന്നു, പരാതികൾ പറയുന്നു, പരദൂഷണം പറയുന്നു, മറ്റുള്ളവരെ പരിഹസിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കിനും ഒരു വില നൽകേണ്ടി വന്നാലോ? അനാവശ്യമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആയുസ് കുറയുമെന്ന് വന്നാലോ? ഇന്ന് ലോകത്ത് ഒരിടത്തും കേട്ടിട്ടില്ലാത്ത ഒരു നിഗൂഢ ഗ്രാമത്തിൻ്റെ കഥയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങളുടെ സംസാരവും ജീവിതവും മാറിമറിയും തീർച്ചയാണ്. സെലൻസിയ എന്നൊരു ഗ്രാമം. അവിടെ ആർക്കും സംസാരിക്കാൻ കഴിയില്ല. സംസാരിക്കണമെങ്കിൽ ഗ്രാമത്തിൻ്റെ മധ്യത്തിലുള്ള ശബ്ദ വ്യാപാരിയിൽ നിന്നും വാക്കുകൾ പണം കൊടുത്ത് വാങ്ങണം. ഓരോ വാക്കിനും വലിയ വില കൊടുത്ത് വാങ്ങണം. ലൂക്ക എന്ന യുവാവ്, അവൻ വളരെ പാവപ്പെട്ടവനായിരുന്നു. അനാവശ്യമായി സംസാരിക്കാൻ അവൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വിറക് വെട്ടിയും വിറക് ചുമന്നും സമ്പത്തുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ദിവസവും അധ്വാനിച്ച് അവൻ ഒരു വാക്കു വാങ്ങാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും നിശബ്ദനായി ഇരിക്കേണ്ടി വന്നു, കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട്. നഗരത്തിലെ സമ്പന്നർ തങ്ങളുടെ പണം ഉപയോഗിച്ച് വാക്കുകൾ വാങ്ങി അനാവശ്യമായി സംസാരിച്ചു കൊണ്ടേയിരുന്നു. അവർ പരസ്പരം തർക്കിക്കുകയും പരസ്പരം കലഹിക്കുകയും ചീത്ത വിളിക്കുകയും അങ്ങനെ അവർ അതൊരു സന്തോഷമായി എടുത്തു. എന്നാൽ ലൂക്ക താൻ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം കൊണ്ട് മാസത്തിലൊരിക്കൽ ഒരൊറ്റ വാക്ക് മാത്രം വാങ്ങി. ഒരു വർഷം കാത്തിരുന്നു ലൂക്ക തൻ്റെ പ്രിയതമയുടെ മുന്നിൽ ചെന്ന് ആ ഒരൊറ്റ വാക്ക് പറഞ്ഞു, സ്നേഹം. ആ വാക്കിന് ലോകത്തിലെ എല്ലാ സമ്പന്നരുടെയും ആയിരക്കണക്കിന് വാക്കിനേക്കാൾ ശക്തിയുണ്ടായിരുന്നു. അനാവശ്യമായ സംസാരിക്കുന്നവർക്ക് തങ്ങളുടെ ഊർജവും പണവും നഷ്ടപ്പെടുമ്പോൾ അളന്നു കുറിച്ച് സംസാരിച്ച ലൂക്ക ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയായി മാറി. സുഹൃത്തുക്കളെ, ഈ കഥ നൽകുന്ന പാഠം ലളിതമാണ്. വാക്കുകളുടെ മൂല്യം. നമ്മൾ അനാവശ്യമായി സംസാരിക്കുമ്പോൾ നമ്മുടെ ഊർജമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. മൗനം പാലിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് കൂടുതൽ കരുത്തുള്ളതാകുകയും ശക്തിയാകുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് സംസാരം കുറക്കുക. ലിസണിങ് ഹാബിറ്റ്. സംസാരത്തേക്കാൾ ഗുണം കേൾക്കുന്നതിലാണ്. നമുക്ക് തന്നെ പ്രകൃതി നൽകിയത് 2 ചെവിയും 1 നാവുമാണ്. എന്നാൽ ഞാൻ അധികം സംസാരിക്കുകയും കുറച്ച് കേൾക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അധികം ആളുകൾക്ക് കേൾക്കുന്നത് തന്നെ ഇഷ്ടമില്ല, സംസാരിക്കുവാനാണ് താല്പര്യം. എന്നാൽ പ്രകൃതി തന്നെ നമുക്ക് നൽകിയിരിക്കുന്നത് ഈ സംവിധാനമാണ്. 2 ചെവിയും 1 നാവുമാണ്. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. ആയിരക്കണക്കിന് അർത്ഥമില്ലാത്ത വാക്കുകളേക്കാൾ നല്ലത് അർത്ഥവത്തായ ഒരൊറ്റ വാക്കാണ്. നിങ്ങളുടെ ജീവിതത്തിലും സംസാരത്തിന് മിതത്വം പാലിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു സ്ഥാനവും മാനവും ഉണ്ടാവും. ഇന്ന് നിങ്ങൾ പറഞ്ഞ വാക്കുകളിൽ എത്ര എണ്ണം മറ്റുള്ളവർക്ക് ഗുണകരമായിരിക്കുന്നു ചിന്തിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് എന്നെ മുന്നോട്ട് നടത്തുന്നത്. അതുകൊണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വാക്കുകളുടെ വിലയും മൗനത്തിൻ്റെ ശക്തിയും മനസ്സിലാക്കി തരുന്ന ഒരു അത്ഭുത കഥയാണ് സെലൻസിയ എന്ന ഈ ഗ്രാമത്തിലെ ലൂക്കയുടെയും അനുഭവങ്ങൾ. സെലൻസിയ എന്ന ഈ ഗ്രാമത്തിലെ ലൂക്കയുടെ അനുഭവം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും തീർച്ചയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ വാക്കുകൾ അളന്ന് മുറിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക. നിങ്ങൾ ഇന്ന് ഒരാളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരൊറ്റ വാക്ക് ഏതാണ്? താഴെ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.